1970 പുറത്തിറങ്ങിയ ഒരു എൻ്റർടൈനറായിരുന്നു ലോട്ടറി ടിക്കറ്റ്. 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ച ഒരു ലോട്ടറി ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ചിത്രത്തിൻ്റെ കഥ. പതിവ് പോലെ പ്രണയവും ആക്ഷനും ഇമോഷൻസും എല്ലാം ഇടകലർത്തി ചേരുംപടി ചേർത്ത് സംവിധാനം ചെയ്തൊരു ചിത്രമായിരുന്നു ഇത്. AB രാജായിരുന്നു സംവിധായകൻ. പ്രേം നസീറും ഷീലയും അടൂർ ഭാസിയുമായിരുന്നു മുഖ്യ കഥാപാത്രങ്ങളിൽ. 70കളുടെ തുടക്കത്തിൽ ഹിറ്റ് സംഗീത ജോഡിയായ ശ്രീകുമാർ തമ്പി ദക്ഷിണാമൂർത്തി ടീമിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയ നിർമ്മാതാവായിരുന്നു ടി വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു ഇത്. ഇതിൽ ആ ജോഡി നമുക്ക് സമ്മാനിച്ച മനോഹരമായൊരു ഗാനമുണ്ട്, മനോഹരമായൊരു രാഗമാലിക. കേൾക്കാം ആ മനോഹരിയെ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ അധരദളപുടം നീ വിടർത്തിടുമ്പോൾ അധരദളപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ പ്രണയമയീ പ്രണയമയീ നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ പ്രണയമയീ നിന്റെ കണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ അനുരാഗമത്തുമാരി ചൊരിയുമാ സുന്ദരിമാർ അനുഗനാമെൻ കരളിൽ പടർന്നിറങ്ങും ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഞാൻ വളരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. മലയാളിയായ MG രാമചന്ദ്രൻ തമിഴ്നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹം വളർത്തിയെടുത്ത സംരക്ഷകൻ എന്ന ഇമേജിലൂടെയായിരുന്നു. അദ്ദേഹം നന്മയുള്ള കഥാപാത്രങ്ങളെ മാത്രമേ അവതരിപ്പിച്ചിരുന്നുള്ളൂ. തൻ്റെ ചിത്രങ്ങളിൽ ഇന്ന് നമ്മൾ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല ചിത്രങ്ങളും അദ്ദേഹം അന്ന് നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും നായകനായി അഭിനയിക്കുകയും ചെയ്തു. ഒരു MGR ചിത്രം കാണാൻ പോയാൽ നമുക്ക് നല്ല ഗാനങ്ങൾ കേൾക്കാം, നല്ല പുതിയ നായികമാരുടെ കൂടെയുള്ള ചൂടൻ പ്രേമരംഗങ്ങൾ കാണാം, ബ്രഹ്മാണ്ഡ സെറ്റുകൾ കാണാം, ഫോറിൻ ലൊക്കേഷൻസ് കാണാം. ഇത്രയും പ്രത്യേകതകളുണ്ടായിരുന്നു. MGRനെ പറ്റി പറയുമ്പോൾ ഞാൻ ചെറിയൊരു അനുഭവം പറയാം.
ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ MGRും പ്രിൻസ് ചാൾസും കൂടി ഒരു തുറന്ന കാറിൽ മദ്രാസിൽ കൂടെ വരികയുണ്ടായി. ഞങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ വിദ്യാർത്ഥികളെല്ലാവരും ഇവരെ കാണാനായിട്ട് കാത്തു നിന്നു. പ്രിൻസ് ചാൾസിനെ കാണാൻ നിന്ന ഞങ്ങൾ പക്ഷേ MGRനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം MGRൻ്റെ കളറിൻ്റെ അടുത്ത് വരില്ല പ്രിൻസ് ചാൾസിൻ്റെ കളർ. തൊട്ടാൽ രക്തം വരുന്ന രീതിയിലുള്ള തുടുത്ത ഒരു നിറം. അങ്ങനെ MGRനെ അത്ഭുത സ്തബ്ധരായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. ഒട്ടും അത്ഭുതം പറയാനില്ല അന്നത്തെ തമിഴ്നാട്ടുകാർ MGRനെ ആരാധിച്ചത്. എന്തായാലും 1967 പുറത്ത